ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും സ്വാഗതം. ചെറിയൊരു ബ്രേക്ക് എന്ന് പറയാൻ കുറേ തിരക്കിൽ പെട്ടുപോയതാണ് ഗൈസ്, അല്ലാതെ വേറൊന്നുമല്ല. ഡെയിലി വീഡിയോ ഇടണമെന്ന് മിക്ക ദിവസവും ഇങ്ങനെ വിചാരിക്കും, പക്ഷേ എന്തെങ്കിലുമൊക്കെ തിരക്കിലും കാര്യങ്ങളിലൊക്കെ പെട്ടിട്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റാതാവണതാണ്. എന്തായാലും ഇനി മുതൽ അങ്ങോട്ടെങ്കിലും ഡെയിലി വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് നമ്മളെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് കമൻ്റൊക്കെ ഇട്ട് ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ഇപ്പോൾ ഇടാത്തതെന്ന്. അപ്പോൾ ഓരോരോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നിൻ്റെ തിരക്കിൽ പെട്ടിട്ടാണ് കേട്ടോ. പിന്നെ എന്തായാലും സ്ഥിരം വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കുന്നതാണ്, വീഡിയോ ഇടും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾക്കും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്, കുഴപ്പമില്ല. പിന്നെ എല്ലാവരും പെരുന്നാളിൻ്റെ പൊലിവിലായിരിക്കും അല്ലേ അമ്മ? പെരുന്നാൾ പൊലിവാണെന്നാണ് തോന്നുന്നത്. ബലിപെരുന്നാൾ നമ്മുടെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗൾഫിൽ നിന്ന് കാണുന്ന ഒരുപാട് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഉപ്പമാരും അതേമാതിരി. അതെ, ഇന്ന് അവിടെ അറഫാ ദിനമാണ്. നാളെ ബുധനാഴ്ച അവിടെ ബലിപെരുന്നാൾ. നമുക്ക് നാട്ടിലിവിടെ വ്യാഴാഴ്ച ബലിപെരുന്നാൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൾഫിലിപ്പോൾ ഒന്നായിട്ട് പെരുന്നാൾ പാച്ചിലാവും, നല്ല തിരക്കിലാവും. നമ്മുടെ നാട്ടിലും പെരുന്നാൾ പാച്ചിലായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത്. ഇന്നും നാളെയൊക്കെ ആയിട്ട് പൊരിഞ്ഞ തിരക്കിൽ തന്നെയാവും ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് എനിക്കൊന്ന് ടൗൺ വരെ പോകേണ്ടി വന്നു. നമ്മളെ ഫ്രണ്ട് ഒരാളിവിടെ വീടിൻ്റെ ഇവിടെ താഴത്തെത്തിയിട്ട് വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞ് നിന്നതാണ്. അപ്പോൾ ആൾക്കൊന്ന് പെട്രോൾ വാങ്ങി കൊടുക്കാൻ ഞാൻ പോയതാണ്. അപ്പോൾ പോയിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ബാക്കി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, അധികം കാര്യം നടക്കട്ടെ. അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് പെട്രോളൊക്കെ കൊടുത്തു. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, എല്ലാ സ്ഥലത്തും അങ്ങനെ പെരുന്നാളിൻ്റെ തിരക്കിലാണ് അല്ലേ ചക്കരെ? ഓക്കെ, എൻ്റെ കുട്ടിയും ഇവിടെ പെരുന്നാളിൻ്റെ തിരക്കിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വയ്യ, കുരു. അതായത് എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഒരു 3-4 ദിവസം മുന്നേ പനി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. 2 ദിവസം കൊണ്ട് ഗുളിക മരുന്ന് സിറപ്പൊക്കെ കൊടുത്തതിൽ പനി കുറഞ്ഞു ഗൈസ്. പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ അവൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നോക്കി നിങ്ങളുടെ മേത്ത് കൂടെ ഫുള്ള് കുരു. അത് നമ്മുടെ നാട്ടിൽ കരപ്പൻ എന്ന് പറയും, ചക്കര നാട്ടിൽ എന്താ പറയും, മണ്ണാനോ? ബദർ പൊടിയണെന്ന് പറയും. ഇത് പ്രസവിച്ച ഒരു സമയത്ത് ഉണ്ടായിരുന്നു അല്ലേ ചക്കരെ? പ്രസവിച്ച ഒരു സമയത്ത് കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇപ്പോഴും വീണ്ടും അതേ കഴുത്ത് കൂടെ ഒക്കെ നോക്കി നോക്ക്, ഫുള്ള ഒരു കുരുവാണ്. അവരെങ്ങനെ പെട്രോൾ ഒഴിച്ച് പോയി. അപ്പോൾ ഇപ്പോൾ അതേ കഴുത്തിക്കൂടെ ഈ ബേക്കിൽ കൂടെ ഒക്കെ ഉണ്ട്, കണ്ടോ? ഇങ്ങനെ മുതുകിലും പുറത്തു കൂടെ ഒക്കെ ചുവന്ന ചെറിയ കുരുക്കള്. അപ്പൊ നമ്മളെ നാട്ടിലത് കരപ്പൻ എന്നാണ് പറഞ്ഞത്. ഈ സംഭവത്തിന് പണ്ട് നമ്മുടെ ചെറുതിലേക്ക് ഒരു ഹോം റെമഡി ഉണ്ടായിരുന്നു. ഈ പിന്നെ ആര്യവേപ്പിലയും പിന്നെ മഞ്ഞളൊക്കെ അരച്ചിട്ട് തേച്ച് കുളിപ്പിക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ കുട്ടിക്ക് ഭയങ്കര ഇടങ്ങേറുണ്ട് കൈസ്. അതിപ്പോ പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഇനിയിപ്പോ എന്താണെന്ന് നമുക്കറിയില്ല. സംഭവം അവൾക്ക് ഭയങ്കര ഭക്ഷണം കഴിക്കണില്ല, ഭയങ്കര ഇടങ്ങേറും. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര നിർബന്ധം. അപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ചൊറിയോ മാന്തുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മാന്തോ ചൊറിയൊക്കെ ചെയ്യും. പക്ഷേ കുട്ടികൾക്കത് പറയാനും അറിയില്ല, മാന്താനും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടങ്ങേറാണോ, വെറുതെ ഇങ്ങനെ നല്ല കരച്ചിലും നിർബന്ധമാണ്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പോയി ഒന്ന് ഡോക്ടറെ കാണിച്ചു നോക്കാം. പഴയ ആൾക്കാരുണ്ടെങ്കിൽ പറയും എന്താ ഇതിനെ പറ്റിയ റെമഡി എന്നൊക്കെ. ഒരുപാട് റെമഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളീ പറഞ്ഞ പോലത്തെ സംഭവങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എന്തൊക്കെയോ കൂട്ടൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ മേത്ത് തേച്ച് കൊടുക്കാറുണ്ട്. പക്ഷേ അതിനെപ്പറ്റി അറിയില്ല. നമുക്കറിയാം അതിനെപ്പറ്റി എന്തെങ്കിലും. എന്നെയൊക്കെ മഞ്ഞൾ വെച്ച് കുളിപ്പിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് ഓർമ്മ ഉണ്ട്. തേക്കൂല്ലേ? എന്താണെന്ന് അറിയില്ല, നോക്കി നിങ്ങള്. അതെ, കരപ്പന്റെ പനി. നമ്മളതിന് വിചാരിച്ചു കാലാവസ്ഥ മാറിയതിന്റെ പനിയാവുന്ന വിചാരിച്ചത്. പക്ഷേ കാലാവസ്ഥ മാറിയതിന്റെ അല്ല സംഭവം. ഈ ഒരു ബദറ് പൊടിഞ്ഞ ഈ ഒരു ചെറിയ കുരുക്കൾ വന്ന ഒരു പ്രശ്നത്തിന്റെ പനിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഡോക്ടറെ ഒന്ന് പോയി കാണാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഉച്ചയ്ക്ക് 4 മണി മുതൽ 6 മണി വരെ ഉണ്ടല്ലേ? ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി ഡോക്ടറെ കാണിച്ചു നോക്കാം, എന്താ ഡോക്ടർ പറയണെന്ന് നോക്കാമല്ലോ. ഹലോ ടാറ്റാ പോവാ നമുക്ക്. നമുക്ക് തോന്നണം, എന്റെ കുട്ടിക്കൊക്കെ തോന്നിയാൽ മാത്രമേ പറയുള്ളൂ. ടാറ്റ കൊടുത്ത പിന്നെ എങ്ങനെയാണ് ടാറ്റ എടുക്കണം? ഡോക്ടറെ കാണാൻ പോണ്ട നമുക്ക്. ഞാൻ എടുത്ത് നോക്കട്ടെ, ഫോൺ പിടിക്കുമ്പോ
ചക്കരേരെ ഇരുന്ന വരില്ല. പിടിച്ചാൽ ആയോ നമുക്ക് വണ്ടി പോവാം. അബ്ബടുത്ത് വന്നേ, അബ്ബടുത്ത് വന്നേ. അബ്ബയുടെ മക്കളെ ഇവിടെ എന്റെ മോളെ തല എവിടെ? എന്റെ മോളെ തല എടുത്തു. കുഞ്ഞിന്റെ തല കാണാനില്ല. എന്റെ മോളെ തല എവിടെ ചക്കരെ? എവിടാ എവിടാ തല? ആ കണ്ണെവിടാ? കണ്ണ് കണ്ണ് എന്തിയെ? കണ്ണ് എന്തിയെ? കണ്ണ് കണ്ണ് കാണിച്ചോടുത്തേ. മക്കളെ കണ്ണ് എവിടാ? കണ്ണ് കണ്ണ് ഇതല്ലേ മോളെ കണ്ണ്? കയ്യോട്ടി കൊടുക്കണം. എങ്ങനെ നമ്മളൊന്ന് കയ്യോട്ടി കൊടുക്കി നോക്കട്ടെ. ആ കയ്യോട്ടി കയ്യോട്ടി അപ്പൊ തിന്ന കയ്യോട്ട് അതൊക്കെ ചെയ്യാം. അതൊക്കെ അവൾക്ക് തോന്നണം. ആ സംഭവം എങ്ങനെ അറിയാം നമുക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ രാത്രി ഞാൻ ചക്കര റൂമിൽ ഇരുന്നപ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോ ഈ തല എവിടെ കയ്യോട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളത് ചെയ്യും. പക്ഷെ ഇവളെ നോക്കിയിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവളത് ചെയ്യൂല. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാതെ നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ ചാട നോക്ക്. 4 പല്ലുണ്ട് കൈസ്. 4 പല്ലുകൊണ്ട് കടിക്കും. 3-4 ദിവസം കൊണ്ട് ഒരു വക കഴിപ്പില്ല. കുഞ്ഞിനെ നല്ല ക്ഷീണമായി. നല്ല ക്ഷീണം പറ്റേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുന്നില്ല. നല്ല നിർബന്ധമാണ്. ഒരു രക്ഷയില്ല. ചിരിയും കുറവ്, കളിയും കുറവ്, മാണ്ട് കിടക്കും. അതെ അത് ക്ഷീണം. അവൾക്ക് ക്ഷീണം, ഒരു ഉഷാറില്ല. അപ്പൊ പനി വന്നതിൻ്റെതാവും മിക്കവാറും. അമ്മക്ക് പെരുന്നാള് പനിയിലായി പോയാ പൊന്നി. ആദ്യത്തെ വലിയ പെരുന്നാളാണല്ലോ. നീ വരണില്ലേ ടാറ്റ പോവാൻ? പോണ്ടേ നമുക്ക്? ഉമ്മി പോണ്. ടാറ്റ. ആ ടാറ്റ. പല്ലൊരു മീറ്റർ അകലെ പല്ലുണ്ട്. 5 പറയാൻ പറ്റില്ല, 4 പറയാൻ പറ്റില്ല. 4 പിന്നെ ഒരു അരമുറി പല്ലും, അങ്ങനെ 4 പല്ല്. എവിടെ പല്ലെന്തി? ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണിച്ചു നോക്കാം. പോയിട്ട് വരാം. എനിക്കിനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെന്ന് പോയി മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഒന്ന് ലെവലാക്കാൻ. ഇനിയിപ്പോൾ നാളെ ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കാവും എല്ലാ നാട്ടിൽ കൂടെയും. പിന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് 2 സ്ഥാപനങ്ങളാവും മെയിനായിട്ട്. ഒന്ന് തുണിക്കടയും പിന്നൊന്ന് ബാർബർ ഷോപ്പും. എന്നാ തുറക്കണല്ല ചൊവ്വാഴ്ച, പക്ഷെ ഇന്ന് തുറന്നു. അതെ, ചൊവ്വാഴ്ച സാധാരണ ബാർബർ ഷോപ്പ് ലീവാണ്. പക്ഷെ ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഇനി അവിടെയൊക്കെ എങ്ങനെയാണ്? ചക്കരയിലേക്ക് അവിടെയൊക്കെ അങ്ങനെയാണ്. ഒരുവിധപ്പെട്ട സ്ഥലത്തൊക്കെ ചൊവ്വ ഞായറൊന്നും ഇല്ലമ്മ. എല്ലാ ദിവസവും എനിക്ക് ഞായർ തുറക്കില്ല. പക്ഷേ ചൊവ്വാഴ്ച തുറക്കൂല, പെരുന്നാളായോണ്ടാണ് ഇന്ന് തുറന്നത്. കാരണം നാളെ പണി ചെയ്ത് തീരൂല, ഫുള്ള് തിരക്കാണ്. എല്ലാരും സമയത്ത് പോവാൻ നിൽക്കും അല്ലേ? എന്നാ നമ്മൾ വിചാരിക്കും എന്നാ ഒരാഴ്ച മുന്നേ ഒക്കെ അത് ചെയ്യില്ല. അതിപ്പോ ഞാനായാലും അങ്ങനെ തന്നെയാണ്. ചക്കര നിന്ന് പെരുന്നാളിന്റെ പൊലിവ് വരണമെന്നുണ്ടെങ്കിൽ ആ തലേ ദിവസം പോയി തന്നെ ചെയ്യണം. അത് നമ്മള് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞാല് ഡ്രസ്സും അത് തന്നെയല്ലേ ഏറ്റവും ഒരാഴ്ച മുന്നേ പോയി എടുത്ത് നോക്കും. നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും. ഇതെല്ലാരും വാരി തിരിച്ചു മറിച്ചിടണേന്. അത് എന്താണെന്ന് അറിയില്ല. ഇവിടെ എങ്ങനെ അറിയാമാല് പെരുന്നാളിന്റെ തലേ ദിവസം വരെ വെയിറ്റ് ചെയ്യും എല്ലാവരും. എന്നാ ഒരാഴ്ച മുന്നേ പോയിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും. പക്ഷെ പെരുന്നാൾ തലേ ദിവസം പോകുമ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും നോക്കി തിരക്കിൽ തിരിഞ്ഞിട്ട് ഡ്രസ്സുകളെ നമുക്ക് കിട്ടുള്ളൂ. എന്നാലും സന്തോഷം അതിലാണ്. തലേ ദിവസം പോയി ഡ്രസ്സ് എടുക്കുന്നതിന് സന്തോഷം. തലേ ദിവസം പോയി മുടി അപ്പൊ തലേ ദിവസം തന്നെ എല്ലാരും കാത്തിരിക്കുകയും ചെയ്യും. എന്ത് കങ്കാരി ബാഗോ? കങ്കാരി ബാഗ് എടുക്കാം. അതേപോലെ ഇങ്ങനെ ഇവൾക്ക് ഇരിക്കണം. ഓക്കെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവല്ലേ? ഓക്കെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെയൊക്കെ കാണിച്ചു വരാം. എന്നാ റെഡി ആയിക്കോളി കുഞ്ഞിപ്പാത്തോ. തോന്നണം അതൊക്കെ ഭയങ്കര ചിരിയാണത്. അക്കത്തിക്കത്താന വരുമ്പം കല്ല് കത്തി കാര്യം കത്തി ജീപ്പ് വെള്ളം കാടാമക്കടെ കയ്യിലൂടെ വാങ്ങി. ഓക്കെ, എന്റെ കയ്യിൽ ഇവിടെ നിന്ന് മാന്തു കൊതു അടിച്ചോളൂ. ഇവിടെ അവിടെ നല്ലോണം മാന്തു. നഖമില്ലേ നിങ്ങക്ക്? നഖമില്ലേ അല്ലേ? അപ്പൊ കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് അല്ല. നല്ല കൊതുകുണ്ട് ഗൈസ്.
എന്നാ റെഡി ആയിക്കോളി ചക്കരെ വരി. സപ്പോ റെഡി ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഡോക്ടർ എന്താ പറയണ നോക്കി. ഇതാ അങ്ങോട്ട് വരാനാണ് ഗൈസ്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലത്തെ കാർഡ് കൈ കൊടുത്തപ്പോൾ കൈയിരുന്ന മറ്റേ വളയം താഴത്ത് കിട്ടും. ആരാ ഇത്? അയ്യോ അപ്പുക്കുട്ടനോ? എന്താ ഇത് കോലം? മുടിയൊക്കെ വാർന്നു. നാണം വരികയാണ് കേട്ടോ ഇവിടെ കുട്ടിക്ക്. എന്റെ കുട്ടിക്ക് നാണം വന്നു മക്കളെ. അല്ല പോവാം, നമുക്ക് ഡോക്ടർ സാറിനെ കാണാൻ പോവാം. നമുക്ക് ഡോക്ടർ മാഡത്തിനെ കാണാൻ പോവാം. പോവാം നമുക്ക്. ടാറ്റ പറഞ്ഞ് പോവാം നമുക്ക്. എങ്ങനെയാണ് വിരലെടുക്കാണ് പറയാൻ. സെറ്റ് ചെയ്ത് വെക്കണം. വിരലോക്ക് പഞ്ഞടാ കിറ്റു അടിയായിരുന്നടാ. എങ്ങനെ ചീത്ത അറിയാം? എങ്ങനെയാണ് ഓരോന്നൊക്കെ പഠിച്ചു വരികയാണ്. ഏതായാലും മാഷാല്ലാ ഒരു കുഴപ്പമില്ലാതിരുന്നാൽ മതി. എന്തായാലും അബദ്ധമൊന്നും ഇല്ലാതെ ഇരുന്നാൽ മതി. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. എന്നാല് നിങ്ങൾ വരുന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ പോയിട്ട് വരാം. നമ്മളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് ഗൈസ് പോണത്. എന്നാൽ നമ്മൾ പോയിട്ട് വരാം. ഇന്ന് മഴയില്ല, ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട്. ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ അതൊക്കെ മാറി നല്ല വെയിൽ ഇന്ന് കാണുന്നുണ്ട്. ഓക്കെ, ഒരാള് വഴിയെ പോണ പൂച്ചേനോടും കാക്കേനോടൊക്കെ ടാറ്റ പറയാണ്. ടാറ്റ പറഞ്ഞ് പഠിച്ചാൽ പിന്നെ ഏത് നേരവും ടാറ്റ 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 പറയുമ്പോ രണ്ട് മുയലിന്റെ പല്ല് മാത്രം കാണാം പടച്ചോനെ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ എത്തുന്നു. അതാ അങ്ങകലെ കാണുന്നതാണ് ഹോസ്പിറ്റല്. അപ്പോൾ ഡോക്ടർ എത്ര 4 മണി മുതൽ 4:30 മണി മുതൽ ഉണ്ട് അറിഞ്ഞു. 4 മണി മുതൽ 6:30 മണി വരെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പോൾ 5 മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഡോക്ടറെ പോയി കണ്ട് വിവരമൊക്കെ പറഞ്ഞിട്ട് വരാം അല്ലേ? ഓക്കെ. ടാറ്റ ടാറ്റ തന്നെ ടാറ്റ തന്നെ ടാറ്റ ടാറ്റ. നിങ്ങൾ പോയിട്ടേ പിന്നെ കാർഡ് എടുത്തിട്ട് ടോക്കൺ അടിക്കേ. അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് വരാം. ശരി ശരി, നോക്കി പോയിക്കോ. ബാഗ് എടുക്കണോ എന്റെ? അപ്പൊ ഇതാ ബാഗ് ഇതാ. ഞാനേ വണ്ടി പാർക്ക് ചെയ്ത് വരേ. ശരി. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി നമ്മൾ ടോക്കണൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ 6-ാം നമ്പർ ടോക്കണാണ് ഉള്ളത്. അലാനാനി ജാസ് 3-ാമത്തെ ഫ്ലോറിലൊന്നല്ലേ അറിഞ്ഞ്. ഓക്കെ, നമ്മൾ ലിഫ്റ്റിന് കാത്തേക്കാണ് കൈസ്. ലിഫ്റ്റ് 2 ലിഫ്റ്റും പോയി. വേണ്ട അന്ന് ഞെക്കിയിട്ട് വെറുതെ ആൾക്കാരെ ഇതാക്കിയിട്ട് അയാൾ ഡോറ് ക്ലോസ് ചെയ്യും, നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് നിൽക്കും. അയാൾ നോക്കും ഇതാരാ പുറത്ത് നിൽക്കണത്. ലിഫ്റ്റ് വരും. വെള്ളം 4 മുകളിലോട്ട് 4-ക്ക് എത്തി. വെള്ളം 2-ന്ന് താഴോട്ട് പോയിരുന്നു. വരും ഇവിടേക്ക് ഇതിപ്പോൾ വരും. ഗൈസ് അങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു, ഡോക്ടറൊക്കെ കാണിച്ച് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. തിരക്കുണ്ടായില്ലല്ലേ? ഡോക്ടർ പോകാനുമായി. അല്ല, എന്നോടൊന്ന് 6 മണിയിലുണ്ട് എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്താണെന്നൊക്കെ നമുക്ക് വണ്ടിയെ കയറിയിട്ട് പറയാല്ലേ? ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ എത്തി. ഗൈസ് അങ്ങനെ നമ്മള് ഡോക്ടറെയൊക്കെ കാണിച്ചു വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു സംഭവം, ഒരു വൈറലായിട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, ചെറിയ മക്കൾക്കും കുട്ടികൾക്കൊക്കെ ആയിട്ട് വരുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 3 ദിവസം മുന്നേ പനി വന്നതാണ്. പനി വന്നിട്ട് അന്ന് നമ്മൾ വേറെ ഡോക്ടറെ കാണിച്ചത്. പനി വന്നിട്ട് നമ്മൾ ഡോക്ടറെ കാണിച്ച് പോയതാണ്. അപ്പോൾ പനി വന്ന് മാറിയപ്പോഴാണ് ഈ ഒരു ചെറിയ കുരുക്കൾ വന്നതെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ പനി വന്നിട്ട് 2-3 ദിവസത്തെ പനി ഉണ്ടാവും. ഈ പനി വന്ന് മാറുന്ന ദിവസവും അതിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് ശരീരത്തിൽ ഇങ്ങനെ ചെറിയ കുരുക്കൾ വരാറുണ്ട്. കറക്റ്റ് മാറുന്ന ദിവസം ഇത് വരാറുണ്ട്. അപ്പോൾ ഇത് വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. 1-2 ദിവസം കൊണ്ട് ഇത് താനെ ഡിസപ്പിയർ ആയിട്ട് പോയിക്കോളും എന്നാണ് പറഞ്ഞത്.
അത് താനെ ഡിസപ്പിയർ ആയിട്ട് താനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് പോയിക്കോളും. നമ്മളൊന്നും പേടിക്കേണ്ട പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല അറിഞ്ഞു. എന്നിട്ട് ചക്കര പറഞ്ഞു വീട്ടില് മുന്നേ, അതായത് ഇവൾക്ക് പ്രസവിച്ച സമയത്ത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രസവിച്ച സമയത്തല്ല അതിന് ശേഷമല്ലേ ഇവിടെ കൊടുത്തിട്ട് തന്നെ ഒരു ദിവസം പനി ഇതേപോലെ ആയിട്ടേ, ഇതേപോലെ കുരുക്കള് കണ്ടപ്പോ ആ ഡോക്ടറോട് പറഞ്ഞപ്പോ അത് ഇപ്പൊ ഉപയോഗിക്കാൻ പറഞ്ഞ ക്രീം തന്നെ എന്താണ് ഡെംഗ്ലോ അല്ലേ, ഡെംഡോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലോഷൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ആ ലോഷൻ ഇന്നലെ യൂസ് ചെയ്തു, അത് ഇട്ട് കൊടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, അത് തന്നെ ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞു, വേറെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല പറഞ്ഞു. അപ്പോൾ എന്തായാലും അത് രാവിലെ രാത്രിയായിട്ട് 2 ദിവസം കൂടി ഇട്ട് കൊടുത്താൽ മതി, താനെ പോയിക്കോളും. മുഖത്തതും പിന്നെ കഴുത്തിൻ്റെ ഭാഗത്തും ബേക്കിലും ഫ്രണ്ടിലൊക്കെ ഉള്ളത് താനെ പോയിക്കോളും എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല അറിഞ്ഞു അല്ലേ ചക്കരെ? പെട്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ, മക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്ക് ഒരു ബേജാറാവണത്. അപ്പോൾ അത് മാറാം, അതിപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ താനെ മാറിക്കൊള്ളുന്ന ഡോക്ടർ പറയും. ഇപ്പം ഇന്നലെ വന്നതല്ലേ ഇത്, ഇന്നലെ വന്നതാണ് കേട്ടോ. അത് മിക്കവാറും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് താനെ പോയിക്കൊള്ളും തന്നെയാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ, പേടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെ ടെൻഷനില്ല. അതേസമയം നമ്മൾ ഡോക്ടറെ കാണിക്കാതിരുന്നാലും ചിലപ്പോൾ മേ ബി ഇത് താനേ പോയിക്കോളും. ഇപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ഡോ തേച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്നും ആയിരിക്കില്ല, താനേ ഒക്കെ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വിവരം പറഞ്ഞ് ഡോക്ടറെ ഭാഗത്തുനിന്ന് ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ, അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെയാണ്, കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം തന്നെയാണ്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് ഡോക്ടറെ കാണിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു, വേറെ മരുന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വന്നില്ല. അത് കാർഡ് ഇന്ത്യയിലുണ്ട് ചക്കരെ, കുട്ടീൻ്റെത് അവളുടെ കാർഡാട്ടോ, ഹോസ്പിറ്റലിൻ്റെ അവിടുത്തെ കാർഡാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോവല്ലേ ചക്കരെ? ഓക്കെ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറൊരു സ്ഥലത്തൂടെ പോകാണ്ട്, അതായത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഇതിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും കാര്യമായിട്ട് എന്താണ് സംഭവം, ഇതിൻ്റെ മാറിന കുറച്ച് റെമഡീസ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണെന്ന് അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാമല്ലോ. പറഞ്ഞ പോലെ വേപ്പോ മഞ്ഞളൊക്കെ വെച്ചിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും അറിയണവരെന്ന് പറഞ്ഞോളേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഹലോ, ഒന്ന് വൈ എടുത്താ അവിടെ എന്താ കണ്ടു? ഓക്കെ, അവിടെ നോക്കിക്കൊണ്ടിരുന്നോട്ടെ. അപ്പോൾ ശരി ഗൈസ്.